അങ്ങനെ ഞങ്ങൾ മലേഷ്യ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളെ മാത്രം വണ്ടി കയറ്റാണ്ട് ഞങ്ങളുടെ ഭാര്യമാരും ബാക്കി ലേഡീസ് എല്ലാം വണ്ടിയിൽ പോയി മോട്ടുപോയിലും വഴി കാണിച്ചു കൊടുക്കുന്ന പോലത്തെ പരിപാടിയാണ് ഇത്. ഈ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഈ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ പോയിരിക്കുന്നത്. 35 പേരുണ്ട്. നമ്മൾ ഷാസ് ഹോളിഡേയ്സാണ് നമ്മൾ ഈ ട്രിപ്പ് കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ അടുത്തുള്ള എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. ഇവിടെ റോബോട്ടൊക്കെയാണ് മസാല ദോശ കൊണ്ടുവരുന്നത്. സംഭവമൊക്കെ ഉള്ളായിരുന്നു, നോർമൽ റേറ്റൊക്കെ ഉള്ളൂ. ഈ ബസ്സിലാണ് നമ്മൾ യാത്ര പോകുന്നത്, RS സ്റ്റാർ. അങ്ങനെ സീറ്റൊക്കെ കയറി പിടിച്ചു. എനിക്ക് കോളേജിലല്ല സ്കൂളിൽ ട്രിപ്പ് പോയതൊക്കെ ഓർമ്മ വന്നു. ആദ്യം നമ്മൾ പോയത് ഈ ഒരു ടെമ്പിളിലാണ്. ഈ ടെമ്പിളിലെ കുറേ ഐതിഹ്യങ്ങളൊക്കെ നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നു. അതിലൊരു ഐതിഹ്യമാണ് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു നറുക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനം വായിക്കണം. അങ്ങനെ ചിപ്പിനെ കൊണ്ട് എടുപ്പിച്ചു. അതിൻ്റെ എഴുതിയുണ്ട് പാർട്ട്ണർ പെർഫെക്റ്റാണ്. അങ്ങനെ ഒരു വെഡ്ഡിങ്ങും കണ്ടു കേട്ടോ. അവിടുത്തെ ഒരു മലേഷ്യൻ വെഡ്ഡിങ് കണ്ടു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ഓരോ ഇയറിനും ഓരോ അനിമൽസിനെയാണ് അവർ ഈ വർഷം പാമ്പാണ് അവരുടെ ലക്കി അനിമൽ. ഈ ഇയറിൽ ജനിച്ചവരുടെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് കയറി. റൂമിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ലഞ്ച് കഴിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ലഞ്ച് കഴിച്ചു, വെജാണ് കഴിച്ചത്. ഇതാണ് റൂം. അത്യാവശ്യം നല്ല റൂമൊക്കെയാണ്. അങ്ങനെ റൂമിൽ കയറി. ഇനി 4 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ 3-4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കിട്ടി. അങ്ങനെ 4 മണിക്ക് നമ്മൾ റെഡിയായിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇതാണ് ഹോട്ടലിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ. ഇത് ബസ് പുറത്ത് നിർത്തിയിട്ടുണ്ട്. ബസ്സിലേക്ക് ഇത് കയറി. നമ്മൾ ഈ ഗ്രൂപ്പ് അടിപൊളിയാണ്. ഇത് റീലെടുക്കാൻ നമ്മൾ നോക്കിയതാണ്, പക്ഷേ സക്സസ് ആയില്ല. കുറേ കാറുകളൊക്കെ ഉണ്ട്, വിൻറ്റേജ് കാറുകൾ, നല്ല പ്രീമിയം കാറുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് പോണത്. ഇവിടെ ഒരുപാട് ഫുഡുകൾ ട്രൈ ചെയ്യാമെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞു. പക്ഷെ നമ്മളങ്ങനെ കൂടുതലും ട്രൈ ചെയ്ത് ആദ്യം ട്രൈ ചെയ്തത് ഈ ഒരു ജ്യൂസാണ്. 3 ഫ്ലേവറുള്ളൊരു ജ്യൂസ്. 10 റിങ്കറ്റാണ് ഇതിൻ്റെ പ്രൈസ്. 10 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ 200 രൂപ. പിന്നെ കുറേ സീ ഫുഡും കുറേ സാധനം. പിന്നെ ഇത് കൊള്ളാം, വാനില മാഷ്മെല്ലോ ഐസ്ക്രീം. ഇതും നല്ലതായിരുന്നു. ഇതും 10-14 റിങ്കറ്റോ അങ്ങനെ എന്തോ ഉള്ളൂ. ഒരു റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. ഇതൊക്കെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. പിന്നെ ജീന കുറച്ച് ഫോട്ടോഗ്രാഫി ട്രെൻഡ്സൊക്കെ കാണിക്കുന്നതാണ് കാണുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് ഈ ട്വിൻ ടവർ കാണാനാണ്. മോനെ, സ്റ്റെയിൻലെസ് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് ഈ ട്വിൻ ടവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജിൽ പോയിട്ട് കുറച്ച് കാഴ്ചകൾ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്കങ്ങോട്ട് പോകാൻ തോന്നുന്നു. ഈ ചങ്ങായി നിങ്ങൾ പരിചയപ്പെട്ടിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഐഫോണിൽ കുറേ ഫോട്ടോസ് എടുത്ത് തരും. ഒരു ഫോട്ടോയ്ക്ക് 5 റിങ്കറ്റ് കൊടുക്കണം. മലേഷ്യക്ക് പോകുമ്പോൾ ട്വിൻ ടവറിൽ കയറിയിട്ട് ഈ ക്രോസൻറ്റ് നിങ്ങൾ കഴിക്കണം. ഇത് ബാച്ച കോഫി അങ്ങനെ എന്തുവാണ് അതിൻ്റെ പേര്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തി. ഇപ്പോൾ ലുലു കയറി. നമ്മൾ ഫുഡ് കോർട്ടിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് റൂമിലേക്ക് നടന്നു പോകുമ്പോൾ സ്ട്രീറ്റിൽ നിറച്ച ആൾക്കാർ ഇങ്ങനെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. സീ യു നെക്സ്റ്റ് ഡേ. ബൈ.